മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ താൻ എടുത്തു കൊടുത്തിട്ടുള്ള വിഷുക്കോടി ഒന്നും കൊടുക്കാതെ വന്ന ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഞാൻ എടുത്തു തന്നിട്ടുള്ളത് ഇടാത്തത്, 2 ജോഡി നിനക്ക് എടുത്തു തന്നതല്ലേ എന്നൊക്കെ കണ്ണൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കരുണ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, തലതിരിഞ്ഞ സ്വഭാവമല്ലേ കയ്യിലിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് കണ്ണേട്ട ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ അമ്പലത്തിലോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് വരുന്നില്ല, എനിക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ദുർഗ പറയുന്നുണ്ട്, മോൻ എവിടെ പോയാലും ഇവിടെ വന്ന് തന്നെ വേണം വിഷിച്ചോറുണ്ണാൻ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കും, ഞങ്ങളും വിഷിച്ചോറുണ്ണില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വരാം അമ്മ എന്നെല്ലാം കണ്ണൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഉണ്ണിക്ക് ചെറിയ സംശയമെല്ലാം തോന്നുന്നുണ്ട്. ഇയാൾ പോകുന്നത് മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് തന്നെയാണെന്ന് തന്നെ ഉണ്ണി ഉറപ്പിക്കുന്നു. പിന്നീട് മഹാലക്ഷ്മി എടുത്തു തന്നിട്ടുള്ള വിഷുക്കോടിയെല്ലാം എടുത്ത് കണ്ണനാണെങ്കിൽ റെഡിയാകുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഹിയെ കാണാനായിട്ട് കണ്ണൻ റെഡിയായിട്ട് തന്നെ പോകുകയാണ്. അതേസമയം കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണൻ തന്നെ കണ്ണനോടായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ എല്ലാവരും അമ്പലത്തിലെത്തുന്നുണ്ട്. അമ്പലത്തിലെത്തിയതിന് ശേഷം അങ്ങോട്ട് നോക്കുമ്പോഴേക്കും മഞ്ജു മഹിയും തൊഴുത് ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നോക്കുമ്പോഴേക്കും അവരെല്ലാവരും വന്നിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരും ദുർഗയും കരുണയും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുകയാണ്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, നല്ലൊരു വിഷുവായിട്ട് കാണാൻ പാടില്ലാത്തവർ തന്നെയാണല്ലോ അമ്മയെ കണ്ടത്, ഇതറിഞ്ഞെങ്കിൽ നമുക്ക് മറ്റേ അമ്പലത്തിൽ പോയാൽ മതിയായിരുന്നു എന്നെല്ലാം പറയുകയാണ്. അതേസമയം ഇവർ രണ്ടുപേരും കൂടെ അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് കാണുമ്പോഴേക്കും ദേഷ്യം അടക്കാനാകാതെ കരുണ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആരോ പറഞ്ഞു വിട്ടതുപോലെയാണല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുകയാണ് കരുണയ്ക്ക്. ഇതെന്താ നിൻ്റെ തറവാട്ട് സ്വത്താണോ അമ്പലം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അമ്പലത്തിൽ വരുമെന്നെല്ലാം മഞ്ജു തിരിച്ചു പറയുന്നത് കേട്ട് ഉണ്ണിക്കും എല്ലാവർക്കും ആകെ ദേഷ്യമാകുന്നുണ്ട്. തൊഴാനാണ് അമ്പലത്തിൽ വന്നതെങ്കിൽ തൊഴുതിട്ട് പൊക്കോ, അല്ലാതെ ഇവിടെ ഒന്നും വലിയ വർത്തമാനമൊന്നും പറയേണ്ട എന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് ഉണ്ണിക്ക്. അങ്ങനെ അവരെല്ലാവരും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ദുർഗയാണെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന് നിരക്കാത്ത ചെയ്യുന്നവൾ മുടിഞ്ഞു പോണേ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ദുർഗ പ്രാർത്ഥിക്കുന്നു. അതേസമയം കരുണയും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതുപോലെ തന്നെ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടണേ, അവൾക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകരുതേ എന്നെല്ലാം കരുണ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട്, ദൈവത്തിനോട് പോലും എനിക്കിപ്പോൾ ദേഷ്യമാണെന്നും ദൈവം ഞങ്ങളുടെ കൂടെ ഒരിക്കലുമില്ല, അതുകൊണ്ട് ഈ ഒരു കാര്യം നടന്നാൽ മാത്രമേ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയുടെ അടുത്തോട്ട് എല്ലാം റെഡിയായിക്കൊണ്ട് പോകാൻ ഒരുങ്ങുകയാണ്. അതേസമയം സുമേഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, സാറിന് എന്താണെങ്കിലും ഒരു സമാധാനത്തോടുകൂടി വിഷു കൂടാൻ പറ്റുന്നില്ലല്ലോ, മാഡം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് ശരി, എനിക്കാണെങ്കിൽ എൻ്റെ മഹി ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല, പക്ഷേ ഇതുപോലത്തെ ഒരു അവസരത്തിൽ അങ്ങനെയല്ലാതെ പറ്റില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെയും മഹിയും വിട്ട് എനിക്ക് അധികകാലം ഒന്നും നിൽക്കാൻ പറ്റില്ല, അതെൻ്റെ ഒരു വിധിയാണെന്നെല്ലാം കണ്ണൻ പറയുകയാണ്. അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങിയ മാർക്കോ ആണെങ്കിൽ ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്, ആ ഉണ്ണിക്ക് എന്തോ ഒരു സംശയം കടന്നു കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അവനാണെങ്കിൽ സാറിൻ്റെ പിറകെയുള്ള നടത്തം ആരംഭിച്ചിരിക്കുകയാണ്, അതിന് തടയിടുക തന്നെ ചെയ്യണം, അല്ലാതെ ഇത് മുന്നോട്ട് പോയാൽ ശരിയാകില്ല, മഹിക്കും കണ്ണൻ സാറിനും ഒന്നും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വകവരുത്തണമെന്നെല്ലാം മാർക്കോ തീരുമാനിക്കുകയാണ്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ണിയോടാണ്, അവൻ സാറിൻ്റെ അനിയനല്ല, സാറിൻ്റെ അന്തകനാണെന്നെല്ലാം മാർക്കോ ആണെങ്കിൽ ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ വിട്ടിട്ട് തിരിച്ചു പോകുന്ന ഉണ്ണിയാണെങ്കിൽ മാർക്കോ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് മാർക്കോ നല്ല രീതിക്ക് തന്നെ ഉണ്ണിയെ പെരുമാറുന്നു. ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത് മഹാലക്ഷ്മിയുടെ പിറകെയുള്ള നിൻ്റെ ഈ നടത്തം ഒന്ന് അവസാനിപ്പിക്കണമെന്ന്, നിനക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലല്ലേ, നിന്നെ ഇനി വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നല്ല കൊടുക്കുന്നുണ്ട് മാർക്കോ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.